സ്തോത്രം. നമുക്ക് ഇന്നത്തെ ചിന്തക്കായിട്ട് 1 പത്രോസ് 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കാം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ പാപം തന്നെ ആയുധമായി ധരിപ്പിൻ. എന്താണ് ആയുധം? ആയുധം ഇവിടെ പറയുന്നു, നിങ്ങളും ആ പാപം തന്നെ, പാപം, കഷ്ടത അനുഭവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ പാപം തന്നെ ആയുധമായി ധരിപ്പിരുന്ന, അതൊരു ആയുധമാണ്. ഇപ്പോൾ എഫേസ്യ ലേഖനത്തിൽ 7 ആയുധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലേ? അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനാവർക്കും കാലിന് ചെരുപ്പാക്കിയും ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെയും കെടുത്തുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കുകയും പിന്നെ രക്ഷയെന്ന ശിരസ്ത്രവും, അല്ലേ, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടിരിക്കും. അങ്ങനെ 7 ആയുധങ്ങൾ. പക്ഷേ 8ാമത്തെ ആയുധമാണെന്നാണ് വേദ പണ്ഡിതന്മാർ കണക്കാക്കുന്നത്. 8ാമത്തെ ആയുധമാണ് കഷ്ടം. ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് ആ പാപം തന്നെ ആയുധമായി ധരിപ്പിക്കും. കർത്താവും പറഞ്ഞു, മത്തായി 6 പറഞ്ഞ എന്താണ്? ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പിൻ. അപ്പോൾ എന്താണ് ആ ഇടുക്കുവാതിലെന്ന് പറയുമ്പോൾ? കർത്താവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടാകുന്ന കഷ്ടങ്ങളാണ്. അത് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് എന്താണ്? ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സകല ഉപദ്രവം ഉണ്ടാവും. അങ്ങനെ ഈ 8ാമത്തെ ആയുധം അങ്ങനെ പോകുകയാണ്. സകല ഉപദ്രവവും അതെല്ലാം നമുക്ക് കഷ്ടങ്ങളാണ്. പിന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ സകലവും ത്യജിക്കണമെന്ന്. ആ ത്യജിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രൂശുണ്ട്. അതാണ് കഷ്ടം. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം? തന്നെത്താൻ ത്യജിക്കണം. എന്തൊക്കെ ത്യജിക്കണം? നമ്മുടെ പാരമ്പര്യം ത്യജിക്കണം. ചിലപ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളെ വിരോധമായി നിൽക്കും. അതിൽ നിന്നുണ്ടാകുന്ന കഷ്ടങ്ങളുണ്ടാവും. ആ കഷ്ടം നമുക്ക് ക്രൂശാണ്. അതാണ് ക്രൂശ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെത്താൻ ത്യജിക്കണം. എന്നെ അനുഗമിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാകുന്നതായ തടസ്സങ്ങളാണ് നമ്മൾ ത്യജിച്ച് കളയേണ്ടത്. അത് ത്യജിക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാകുന്നത്? അത് ക്രൂശാണ്. തന്നെത്താൻ ത്യജിച്ച് അവനവൻ്റെ ക്രൂശുമെടുത്തൻ്റെ പിന്നാലെ വരാത്തവനും അവൻ എനിക്കുള്ളവനല്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അവനവൻ്റെ ക്രൂശ്, നമുക്ക് വരുന്നതായ ക്രൂശ്, ആ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മൾ അവനെ അനുഗമിക്കണം. അതാണ് 8ാമത്തെ ആയുധമാണത്. സർവായുധത്തിൽപ്പെട്ട ഒരു 8ാമത്തെ ആയുധമാണത്. അപ്പോൾ ആ കഷ്ടം സഹിച്ചെങ്കിലേ നമുക്ക് സഹിച്ചാൽ കൂടെ വാഴാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് വിഷയം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ പാപം തന്നെ ആയുധമായി ധരിപ്പീൻ. അപ്പോൾ ആയുധം എടുത്ത് വെട്ടാൻ നേരത്തല്ലല്ലോ ആയുധം തിരക്കണത്. ആണോ? ഒരു മനുഷ്യനെ ആയുധമെടുത്ത് വെട്ടിക്കൊല്ലാനായിട്ടിരിക്കണ സമയത്തല്ല ആയുധം ധരിക്കണത്. ആ ആയുധം സൂക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ്, കയ്യിൽ പിടിച്ചുകൊണ്ട്. മറ്റുള്ളവർ കാണാതെ ആ ആയുധങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നടന്നാണ് ഒരു വ്യക്തി മറ്റുള്ള ഒരാളെ കൊല്ലുന്നത്. അതേപോലെ
ഈ ആയുധം എന്താണ്? പാപം. പാപം. കഷ്ടത വരുമ്പോൾ എന്താണ് നമ്മുടെ പാപം? ആ പാപം. ക്രിസ്തുവിൻ്റെ പാപം എന്തായിരുന്നു? ക്രിസ്തുവിനെ കൊണ്ടുപോയപ്പോൾ അവന് വായ തുറക്കാതിരുന്നു. എങ്ങനെ? രോമം കത്തിരിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ വായ തുറക്കാതിരുന്നു. കണ്ടോ? കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു. അതാണ് പാവം. ഇതാണ് പാവം. ഇങ്ങനെ വരുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പാവം. ഇത് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നുള്ളത് മുന്നേ കണ്ടുകൊണ്ട് കാത്തിരിക്കുകയാണ് അതിനു വേണ്ടി. അതാണ് പാപം. അതാണ് ആയുധം. ഈ പാപം തന്നെ ആയുധമായി ധരിപ്പിക്കുന്നതാണ്. ഉണ്ടോ? എങ്ങനെ? ആ പാപം തന്നെ ആയുധമായി ധരിപ്പിൻ. രണ്ടാം വാക്യം, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. അവിടെ വന്നതണ്ട. ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. അപ്പം മനുഷ്യൻ്റെ ഇഷ്ടത്തിനല്ലാതെ നമ്മൾ ജീവിക്കുമ്പോൾ മനുഷ്യരുടെ എതിർപ്പുകൾ നമ്മൾക്കുണ്ടാകും. ശരിയല്ലേ? മനുഷ്യരുടെ ഇഷ്ടത്തിന് കഴിഞ്ഞ നാളുകളിലൊക്കെ പുകവലിക്കുകയും മദ്യപിക്കുകയും സിനിമ കാണുകയും സകലജാതി മനുഷ്യരുടെ മോഹങ്ങൾക്കെല്ലാം അവരുടെ കൂടെ പോവുകയും വരികയും ചെയ്ത ഒരു വ്യക്തി യേശു കർത്താവിൻ്റെ സുവിശേഷം കേട്ട് മാനസാന്തരം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തി അതിൽ നിന്ന് പിന്മാറുമ്പോൾ മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല പിന്നെ അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹം ആരുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ എന്തുണ്ടാവും? ജനങ്ങൾ എന്തു ചെയ്യും? ആ വ്യക്തിയെ സ്നേഹിക്കുക, ഉമ്മ തരുക, ചായ മേടിച്ച് തരുക, ഒന്നും തരത്തില്ല. അവരെതിർക്കും, അവരൊറ്റപ്പെടുത്തും. അതാണ് നമുക്ക് വരാൻ പോകുന്ന കഷ്ടം. ആ കഷ്ടം വരുമെന്ന് കണക്കിക്കൂട്ടും. ആ പാപം തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി ജനിച്ച് 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദി സ്നാനപ്പെട്ട് ഇസ്രായേലായ ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്നു. അവരോട് ദൈവത്തെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും പറഞ്ഞപ്പോൾ എന്താണ് അവർക്ക് കിട്ടിയത്? ഉപദ്രവമാണ് കിട്ടിയത്, അല്ലേ? ആരെങ്കിലും ചായ കൊടുത്താ? നീ എത്ര നന്നായിട്ട് വചനം പഠിപ്പിക്കുന്നവനാണെന്നും പറഞ്ഞ് ആരെങ്കിലും വന്ന് ഒരു പാത്രം വെള്ളം കൊടുക്കുവാനോ അല്ലെങ്കിൽ യേശുവിനെ മഹത്വപ്പെടുത്താനോ ആരും വന്നില്ലല്ലോ. ആ 12 ശിഷ്യന്മാർ മാത്രമാണ് കൂടെ നിന്നത്. ബാക്കിയുള്ളവരെല്ലാം ഇട്ടേച്ചും പോയില്ലേ? ഇതാണ് ലോകത്തിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാപം നമ്മൾ എന്ത് ചെയ്യണം? അന്ന് ക്രിസ്തു ജനങ്ങളുടെ ഇടയിൽ, ഇസ്രായേലിൻ്റെ നടുവിൽ, ആ യഹൂദന്മാരുടെ ഇടയിൽ യേശു ഏത് പാപമാണ് യേശു നടത്തിയത്, അല്ലെങ്കിൽ യേശു സ്വീകരിച്ചത്, അല്ലെങ്കിൽ യേശു മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കാണുമ്പോൾ ഏത് രീതിയിലാണ് അവരോടുകൂടി നിന്നത്, അതേ പാപം തന്നെയാണ് നമുക്കും വേണ്ടതെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് അവിടെ പറയുന്നത്. ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. ഇതെല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ദൂത്. ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. നമ്മളൊക്കെ ഇപ്പോഴും മനുഷ്യരുടെ മോഹത്തിന് നമ്മൾ ഇരിക്കണം. എങ്ങനെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ നമ്മളെങ്ങനെ പ്രയാസപ്പെടുപ്പിക്കും, അയ്യോ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മാറിയാണ്. പക്ഷേ അങ്ങനെ പാടില്ല. അത് കർത്താവിനെ വേദനിപ്പിക്കുന്നതായ രീതികളാണ്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ മനുഷ്യരല്ല നമ്മളെ രക്ഷിക്കുന്നത്. ഈ മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവാനാണ് കർത്താവ് പറഞ്ഞത്. മനുഷ്യനെ സൂക്ഷിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. കാരണം മനുഷ്യൻ സാത്താൻ വ്യാപരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനിൽ കൂടെ നമ്മളെ ചതിക്കും. അപ്പം മനുഷ്യനെ സൂക്ഷിച്ചോളണം. ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കണം. ദൈവത്തെ ശരിയായിട്ടും പിതാവായ ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുണ്ടെങ്കിൽ യേശു പറഞ്ഞ കൽപ്പന അനുസരിക്കണം. യേശു പറഞ്ഞ് നമുക്ക് കാണിച്ചു തന്ന മാതൃക നമ്മൾ അനുസരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പിതാവിനെ മഹത്വപ്പെടുത്താൻ പറ്റുള്ളൂ. പിതാവിൻ്റെ സ്നേഹം നമ്മളിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യേശു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അനുസരിക്കണം. അതേപോലെ അനുസരിക്കണം. യേശു എന്തും നമുക്ക് കാണിച്ചു തന്നുവിടാം.
അതേ മാതൃക നമുക്ക് കാണിച്ചു. യേശു ആരെയും തിരിച്ച് തല്ലിയിട്ടില്ല. യേശുവിനെ ഇത്രയെല്ലാം ഉപദ്രവിച്ച് ക്രൂശുമേ കയറ്റിയിട്ടും ഒരു മനുഷ്യനെ യേശു തിരിച്ചടിച്ചില്ല. അപ്പം നമ്മൾക്ക് ഇത് അനുഭവിക്കുവാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ആ പാവം തന്നെ യേശു എന്താണ് ചെയ്തിരിക്കുന്നത്, ആ പാവം തന്നെ ആയുധമായി ധരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതിനാണ് ഇവിടെ പറയുന്നത്. ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കണം. അടുത്തതെന്താണ്? കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതിയെന്ന്. ഇതെല്ലാം ജാതികളുടെ നടപ്പാണ്. ഈ വിഷയങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ആണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോൾ കാമാർത്തി പാടില്ല, കാമാർത്തി പാടില്ല, മോഹം പാടില്ല, മദ്യപാനം പാടില്ല, വെറിക്കൂത്ത് പാടില്ല. മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. നമുക്കിഞ്ഞൊരു വിഗ്രഹവുമില്ല. ഈ വിഗ്രഹം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പേരിലുണ്ടാക്കിയ വിഗ്രഹം മാത്രമല്ല, നമ്മളിലും ഉണ്ട്. ഇപ്പോഴും അഴിഞ്ഞു പോകാത്ത വിഗ്രഹങ്ങളുണ്ട്. അതെല്ലാം മാറണം. ആ വിഗ്രഹങ്ങളെല്ലാം നമുക്ക് പോകണം. സാരിക്ക് പറ്റിയ ബ്ലൗസ്, ചുരിദാറിന് പറ്റിയ ഷാള്, പാൻറ്റിന് പറ്റിയ ഷർട്ട്, ആ പാൻറ്റിന് യോജിച്ച ചെരുപ്പ്, ഇതെല്ലാം നമുക്ക് പോകണം. അതുമാത്രമല്ല, ഇന്ന് ജാതികൾ പോകുന്നത് പോലെ നമ്മുടെ സഹോദരിമാർ ആ രീതിയിൽ നടക്കാൻ പാടില്ല. ഇന്ന് ലോകത്തിൽ മൊത്തത്തിൽ എല്ലായിടത്തും സ്ത്രീജനം മുടി ഷേപ്പ് ചെയ്യുന്നു, പിരിയൺ ഷേപ്പ് ചെയ്യുന്നു, മുഖം പുട്ടിയിടുന്നു. ഇതൊന്നും അല്ല പത്രോസ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പത്രോസ് പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൽ പണ്ട് പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ എങ്ങനെയായിരുന്നു? അവർ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. 1 പത്രോസ് 3-ാം അധ്യായത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാവും. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. ഇത് ദൈവസന്നിധിയിൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. സ്തോത്രം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നു. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനൻ എന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. സ്ത്രീജനത്തെക്കുറിച്ച് വ്യക്തമായിട്ട് വചനം സ്ത്രീജനത്തെ എടുത്തു പറയുന്നു. അവർ എന്താ പറയുന്നത്? അവിടെ വ്യക്തമായിട്ട് പറഞ്ഞത് എന്താണ്? സ്തോത്രം. ഭാര്യമാരുടെ നടപ്പിന് എന്താണ്? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. അവർ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തിലൂടെ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാവും. അവിടെ പറയും നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമേ ഉള്ളതല്ലെന്നാണ്. പിന്നെ എങ്ങനെയുള്ളതാണ്? അകമേ ഉള്ളത്. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സെന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണമെന്നാണ്. ഇതാണ് കർത്താവിനെ വിശ്വസിച്ച് വന്ന സഭായോഗത്തിൽ പോകുന്ന
സ്ത്രീജനത്തിന് വേണ്ടത്. അപ്പോൾ ജാതികളുടെ നടപ്പ് ഇനി നമുക്ക് പാടില്ലെന്നാണ് പറയുന്നത്. ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതിയെന്നാണ്. അപ്പോൾ സഭായോഗത്തിൽ വരുന്ന സ്ത്രീകളെ പ്രത്യേകമായ ഒരു രീതിയിലാണ് വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ കാണുന്നത്. അവർ തലമുടി പൊന്നുന്നതും പൊന്നണിയുന്നതും പുറമേ ഇങ്ങനെ വസ്ത്രം ധരിക്കുന്നതും പുറമേ ഉള്ളതല്ല. പുറമേ നമ്മൾ അണിഞ്ഞൊരുങ്ങുന്നതല്ല ഒരുക്കം, അകമേ ഒരുങ്ങുന്ന ഒരുക്കമാണ് ദൈവം പ്രസാദിക്കുന്നത്. അങ്ങനെ പണ്ട് സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ചിരുന്നു, അനുസരിച്ചിരുന്നു. പണ്ടുള്ള വിശുദ്ധ സ്ത്രീകൾ അങ്ങനെ തന്നെയായിരുന്നു. തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് ഇടങ്ങിയിരുന്നു. ഇന്ന് നമ്മുടെ ഇടയിൽ ഇതിങ്ങനെ നടക്കുന്നുണ്ടോ? പലയിടത്തും നടക്കുന്നുണ്ടോ? നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമുക്കിത് എഴുതി തന്നിരിക്കുന്നത്. കാരണം ദൈവരാജ്യത്തിൽ പോകണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് മാത്രമല്ല അവനിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അപ്പം അങ്ങനെയാണ് സഭായോഗത്തിൽ വന്ന സ്ത്രീകൾ ദൈവരാജ്യത്തിൽ എത്തണ്ടേ. അവരും പണ്ട് നടന്ന വിശുദ്ധ സ്ത്രീകളെപ്പോലെ ആയിരിക്കണമെന്നാണ് പറയണത്. ഈ പുറമേ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കൊണ്ട് കാര്യമായില്ല. അത് ജനങ്ങൾ നോക്കുമ്പോൾ കാണും കൊള്ളാവുന്നു, പക്ഷേ കർത്താവ് നോക്കിയാൽ കാണിയില്ല. കർത്താവ് കൊള്ളാവെന്ന് പറയണമെങ്കിൽ ഹൃദയം നന്നായിരിക്കണം. സൗമ്യതയും സാവധാനതയുള്ള അക്ഷയഭൂഷണമായ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണം, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. അങ്ങനെയുള്ള സ്ത്രീകളെക്കുറിച്ചാണ് ദൈവരാജ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരാണ് ദൈവരാജ്യത്തിലെത്തുന്നത്. അപ്പം മനസ്സിലാക്കണം, ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത നമുക്ക് വായിക്കാം. അങ്ങനെ ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചു കൊണ്ട് കാലം പോക്കിയത് മതി. അതൊക്കെ ജാതികളുടെ ഇഷ്ടമാണ്. തലമുടി പിന്നി താഴോട്ട് നീളത്തിനനുസരിച്ച് തലമുടി പിന്നിടുന്നവരുണ്ട്, പിന്നെ പൊതിഞ്ഞ് കെട്ടി വെക്കുന്നവരുണ്ട്, പല രീതിയിൽ ക്ലിപ്പ് കുത്തി വെക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ രീതിക്കൊരു മോഹം, ജാതിയുടെ മോഹമാണ്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ച് എങ്ങനെ ചെയ്യണം? വിശ്വാസികളെ സംബന്ധിച്ച് അതല്ല, പുറമേ ഉള്ളതല്ല. മുടി എങ്ങനെയെങ്കിലും നമുക്ക് കുളിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് ചീകി കെട്ടിവെച്ചിട്ട് പോവാം. അതിലൊന്നുമല്ല. അതിൻ്റെ പുറത്ത് നമുക്കൊരു സ്തോത്രം, നമുക്കൊരു സ്കാഫ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇടുമല്ലോ, തലയിലിടുമല്ലോ സ്ത്രീകൾ. അപ്പോൾ അതിൻ്റെ ആ ഭംഗി പോയില്ലേ? അപ്പോൾ അതൊന്നും വലിയ ഭംഗിയല്ല. പിന്നെ ഭംഗി എന്താണ്? അകമേ ഉള്ളതാണ്. പൊന്നണിയുന്നതും അങ്ങനെ മൂക്ക് കുത്തണതും രണ്ടാം കാത് കുത്തണതും അതൊന്നുമല്ല ഭംഗി. ഭംഗി എന്ന് പറയണത് തങ്ങളെ തന്നെ അലങ്കരിച്ച് എവിടെ? ഹൃദയത്തിൽ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുന്നതാണ് അലങ്കാരം. അതാണ് അലങ്കാരം. അവർക്കാണ് സൗന്ദര്യം വർദ്ധിക്കുന്നത്. ഇവിടെ കാലം പോക്കിയത് മതി എന്ന് പറഞ്ഞിട്ട് ദുർനടപ്പിൻ്റെ അതേ കവിച്ചലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. അപ്പോൾ നമ്മളെ ദുഷിക്കണമെങ്കിൽ നമ്മൾ അവരുടെ പാരമ്പര്യത്തിൽ നടന്നാൽ അവർ ദുഷിക്കത്തില്ല. അവർ നമ്മളെ സ്നേഹിക്കും, അല്ലെങ്കിൽ നമ്മൾ അവരെ ഉയർത്തും. അങ്ങനെ നമ്മളെ ഉയർത്തിക്കൊണ്ട് അവരുടെ ആ പാരമ്പര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പക്ഷേ ഇവിടെ അതിന് വിരുദ്ധമായി നിൽക്കുന്ന സ്ത്രീകളെക്കുറിച്ചാണ് പറയുന്നത്. ഈ ലോകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ഇടയിൽ നിന്നും എതിരെ നീന്തുന്ന സ്ത്രീകളെക്കുറിച്ച് ഇവിടെ പറയുന്നു. അവരെയാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ ദൂഷിക്കുന്നു, ലോകക്കാർ ദൂഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? യേശു കർത്താവ് പറയും, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അപ്പം മരിച്ചവർക്കും പണിയുണ്ട്, ന്യായവിധി ഉണ്ട് എന്ന് വ്യക്തമാകുകയാണ് ഇവിടെ. സ്തോത്രം. ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം
ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്താണ് ഇവിടെ പറഞ്ഞത്? ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അപ്പോൾ ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം നമ്മൾ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പ്രമാണമുണ്ട്. ആ പ്രമാണം വിട്ട് നമുക്ക് മാറാൻ പാടില്ല. കാര്യം നമ്മളെ ആരാക്കി തീർത്തിരിക്കുക? ജാതികളായിരുന്ന നമ്മൾ, അപ്പൻ്റെയും അമ്മൻ്റെയും ബീജത്തിൽ ജനിച്ച നമ്മൾ, ജഡപ്രകാരം ജനിച്ച നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ സുവിശേഷം കേട്ട് വിശ്വസിച്ചതുകൊണ്ട് നമുക്ക് എന്തു വന്നു? സ്വർഗീയ പിതാവിൻ്റെ മകൻ എന്നുള്ളൊരു പേര് നമുക്ക് ലഭിച്ചു. ആ പദവി നമുക്ക് ലഭിച്ചു. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനുള്ള പദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നീ എൻ്റെ പുത്രൻ, ഞാനിന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പിതാവ് പുത്രനോട് പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ള നമ്മൾ, പാരമ്പര്യത്തിൽ കിടന്ന് നമ്മൾ, മതാചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും കീഴടങ്ങിക്കിടന്ന് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ നമ്മൾ രക്ഷ പ്രാപിച്ചു. വിശ്വസിച്ചപ്പോൾ ആ രക്ഷ പ്രാപിച്ചപ്പോൾ നമുക്ക് എന്താണ് കിട്ടിയ പദവി? സ്വർഗത്തിലെ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായി തീരുകയാണ്. ഇനി അതുമാത്രമാണോ പത്രോസ് പറയുന്നത്? 1 പത്രോസ് 2:9 പറയുന്ന അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാണ്. 4 പദവി നമുക്ക് തന്നാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇത് വിശ്വസിച്ച് വന്ന 16-15 വയസ്സുള്ള പെൺകുട്ടികളും അമ്മമാരും അച്ഛന്മാരും സഹോദരന്മാരും എല്ലാവരും ഒരുപോലെയാണ് അവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോ, അവിടെ സഹോദരന്മാരെന്ന് പറഞ്ഞിട്ടില്ല, സഹോദരിമാരെന്ന് മാത്രം പറഞ്ഞിട്ടില്ല, സഹോദരന്മാരെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളോ, വിശ്വസിച്ചവരാരൊക്കെയാണ്? കർത്താവിനെ വിശ്വസിച്ചവരാരൊക്കെയാണ്? അവരെല്ലാവരെയും കൂടെ മൊത്തത്തിലൊരു വിളി വിളിക്കുകയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, യേശുക്രിസ്തുവിൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ആ സൽഗുണങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ 4 പദവി തന്നെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. 4 പദവി. പ്രത്യേക ജാതിയാണ് നമ്മൾ, രാജകീയ പുരോഹിതവർഗമാണ്, വിശുദ്ധ വംശം, വിശുദ്ധ വംശം, സ്വന്ത ജനം. പറഞ്ഞ മനസ്സിലായ? ഇത്രയും പദവി തന്ന് നമ്മളെ വിളിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മുഹമ്മദിക്ക് നടന്നുകൊണ്ട് ഇതാവുക ഇല്ല. ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിക്കണം. മുഖംമിനിക്കിയതുകൊണ്ടായില്ല, മുടി പിന്നിയതുകൊണ്ടായില്ല, 2-3 ക്ലിപ്പിട്ട് വെച്ചതുകൊണ്ടൊന്നും ആയില്ല. അതൊക്കെ ലോകമാണ്, അതെല്ലാം ജാതികളുടെ നടപ്പാണ്. അതെല്ലാം വിട്ടിട്ട് ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനായി തീരണം. മനസ്സിലാകുന്നുണ്ടോ? പുതിയ മനുഷ്യനായി തീരണം. ഒരു പുതിയ സഹോദരിയായി തീരണം, ഒരു പുതിയ മകളായി തീരണം, ഒരു പുതിയ മകനായി തീരണം, ഒരു പുതിയ അപ്പനായി തീരണം, ഒരു പുതിയ അമ്മയായി തീരണം. അവിടെയാണ് വിഷയം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നാണ് പറഞ്ഞത്. പുതിയ സൃഷ്ടി, പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടി. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല. അപ്പോൾ പുതിയ വീഞ്ഞ് പരിശുദ്ധാത്മാവാണ് എന്ന് കാണിക്കുന്നു. അപ്പോൾ പഴയ തുരുത്തി ആയിട്ടിരുന്ന എങ്ങനെ പുതിയ പരിശുദ്ധാത്മാവ് വരും? അപ്പോൾ ഒരുവൻ പുതിയ സൃഷ്ടിയായി തീർന്നാലേ ആ വ്യക്തിയുടെ ഉള്ളിൽ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ, ആ ഹൃദയമാണ് പുതിയ തുരുത്തി. ആ പുതിയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരണമെങ്കിൽ അവൻ പുതിയതായി തീരണം. ആ വ്യക്തി പുതിയതായി തീരുമ്പോൾ അവൻ സുവിശേഷം അറിയിക്കാൻ പോകും.
അവന് ലോകത്തിൽ കിടക്കുന്ന അവൻ്റെ സുഹൃത്തുക്കളോടും സകല ജനത്തോടും അവനൊരു ആത്മഭാരമുണ്ടാകും. അങ്ങനെ അവൻ ആത്മഭാരത്താൽ അവരോട് ചെന്ന് സത്യസുവിശേഷം പറയും. പക്ഷേ ഒരു പുതിയ തുരുത്തിയായി തീരണം, പുതിയ വീഞ്ഞ് പകരുകയും ചെയ്യണം. പുതിയ തുരുത്തിയും ആകണം, പുതിയ വീഞ്ഞും വരികയും വേണം. എങ്കിൽ മാത്രമേ നമ്മളെ മറ്റുള്ളവരെ നമുക്ക് കിട്ടിയ സമാധാനം, നമുക്ക് കിട്ടിയ സന്തോഷം മറ്റുള്ളവരെയും കൂടെ അറിയിച്ച് അവരും ആ സന്തോഷത്തിലാകണമെന്നുള്ള ചിന്ത ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായിത്തീരണം. അല്ലാതെ പഴയ സൃഷ്ടിക്ക് സാധിക്കില്ല. പഴയ സൃഷ്ടികളാണ് മുഖം മിനുക്കി കൊണ്ട് നടക്കുന്നത്, നല്ല വസ്ത്രം ധരിച്ചു കൊണ്ട് നടക്കുന്നത്. അവരെല്ലാം ലോകത്തിലേക്കാണ് പോകുന്നത്. അതെല്ലാം ലോകത്തിൻ്റെതായ ഒഴുക്കിലാണ് പോകുന്നത്. പുതിയ സൃഷ്ടിയാണെങ്കിൽ അവൻ ലോകത്തിൻ്റെ ഒഴുക്കിൽ നിന്നും അവൻ എതിർകട നീന്തും. നമ്മൾ കണ്ടിട്ടില്ലേ, ലോകത്തിലേക്കൊരു ഒഴുക്ക് വരുമ്പോൾ, വലിയ ആഴമുള്ള ആറുകളിലേക്ക് വെള്ളം ഒഴുകി പോകുമ്പോൾ, ചില ഭാരമുള്ള കല്ലവിടെ നിൽക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ? അത് എതിർത്ത് നിൽക്കുന്നതാണ്. അതേപോലെ ഈ ഒഴുക്കിനെ എതിർത്ത് നിൽക്കുന്നവരുണ്ടാവും. അതാണ് പുതിയ സൃഷ്ടികൾ. അവരാണ് കർത്താവിൻ്റെ വരയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നാം ഒന്ന് മനസ്സിലാക്കുക. ഈ ഭാഗം നിങ്ങൾ ഒന്നുകൂടെ ധ്യാനിച്ച് നോക്കുക. ഇത് നിങ്ങളെ പുതിയ ഒരു ജീവിതത്തിലേക്ക് നിങ്ങളെ ഉറപ്പിക്കുവാനുള്ള എല്ലാ വാക്കുകളും ഈ ഒരൊറ്റ ഭാഗത്ത് തന്നിട്ടുണ്ട്. 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ നമ്മൾ 6-ാമത്തെ വാക്യം വരെ വായിച്ചാൽ മതി. ഈ 6 വാക്യത്തിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് കേട്ട ആ ഒരു ദൂത് നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം.